ഹലോ, ഇന്നൊരു മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 3 മുട്ട നമുക്കിതുപോലെ ചിക്കിയെടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം നല്ലപോലെ ചിക്കിയിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യണം. ഇതിൽ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസും ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീനെല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കരുതി ചെമ്മീനൊക്കെ നല്ല വലിപ്പം ഉണ്ടല്ലോ, അതൊന്ന് പകുതിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആ സ്പാച്ചില വെച്ചിട്ട് തന്നെ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒരു പകുതി സവാള, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും ചെറുതായി അരിഞ്ഞതിട്ടിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ഒക്കെ ചേർക്കാം. ഞാൻ പക്ഷേ ക്യാബേജ് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം എൻ്റെ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. ക്യാപ്സിക്കത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് സെലറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ക്യാപ്സിക്കം ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ റൈസും വെജിറ്റബിൾസും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും, ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് അതും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിത് ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് ഫ്രൈ ചെയ്ത ചിക്കനായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത പ്രോൺസും മുട്ട ചിക്കനും ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.